തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വീണ്ടും കസ്റ്റഡി മർദ്ദനത്തിൻ്റെ പരാതി വന്നിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെ 2 ബൈക്ക് കള്ളന്മാരെ പിടിച്ചിരുന്നു. ഉണ്ണി, ജിബിൻ എന്ന് പറഞ്ഞ 2 പേര് കോട്ടയ്ക്കകത്തുള്ളൊരു ബാറിൽ നിന്ന് അവിടെ കുടിക്കാൻ വന്ന 2 പേരുടെ ബൈക്ക് അവിടെ വെച്ചിരുന്നു. ആ ബൈക്ക് 2 എണ്ണം മോഷണം പോയി. അതിൽ ഉണ്ണി, ജിബിൻ എന്ന 2 പേരെ ഫോർട്ട് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തു. അവർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഇവരെ മർദ്ദിച്ചു എന്നാണ് ഇപ്പം വന്നിരിക്കുന്ന പരാതി. അത് പരാതി മാത്രമല്ല, അവരെ സബ് ജയിലിൽ റിമാൻഡ് ചെയ്തിരുന്നു. റിമാൻഡിൽ ചെയ്തപ്പോൾ അവർ കഴിഞ്ഞ ദിവസം വളരെ അവശത നിലയിലായി. അതിൽ ഒരാൾ അല്പം ഗുരുതരാവസ്ഥയിലാണ്. പെട്ടെന്ന് അവരെ ഹോസ്പിറ്റലാക്കിയിട്ടുണ്ട്. അവർ പറയുന്നത് തന്നെ ഞങ്ങളെ അവിടെ വെച്ച് ഫോർട്ട് പോലീസ് സ്റ്റേഷൻ വെച്ച് അതിക്രൂരമായി മർദ്ദിച്ചു എന്നാണ്. അതിന് അവിടുത്തെ ഒരു ഗ്രേഡ് SIയും ഒരു ASIയും 2 സിവിൽ പോലീസ് ഓഫീസറുമാണ് അതിന് കാരണക്കാരെന്നും അവർ പറഞ്ഞിട്ടുണ്ട്. വിവരം അറിഞ്ഞപ്പം തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ഒരു നടപടിക്ക് ഉത്തരവിട്ടിട്ടുണ്ട്. 4 പേർക്കെതിരായി ഒരു പ്രിലിമിനറി റിപ്പോർട്ട് വന്നു കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 4 പേരെയും കമ്മീഷണർ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഫോർട്ട് പോലീസ് സ്റ്റേഷൻ നമുക്കറിയാം, പല കാലങ്ങളായി ഇതുപോലുള്ള സംഭവങ്ങൾ ധാരാളമായിട്ടുണ്ടായിട്ടുണ്ട്. ഞാനുമൊക്കെ ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെ 2-3 പ്രാവശ്യം സബ് ഇൻസ്പെക്ടറും സർക്കിൾ ഇൻസ്പെക്ടറും ഒക്കെ ആയിട്ട് അവിടെ ഇരുന്നിട്ടുള്ള വ്യക്തിയാണ്. അവിടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതും ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടാകുന്നതും മോഷണം ഉണ്ടാകുന്നതും എല്ലാം ഏറ്റവും കൂടുതൽ ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ തന്നെ. വളരെ ക്രൗഡഡാണ് ഫോർട്ട്. നമുക്കറിയാം, ഫോർട്ടിൻ്റെ അധികാരാതിർത്തി ചാല ബസാറ്, കരമന കുറേ ഭാഗങ്ങൾ, തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ കുറേ ഭാഗങ്ങൾ, അങ്ങനെ പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രം കിടക്കുന്നു. അങ്ങനെ നോക്കുമ്പം എപ്പോഴും വളരെ ക്രൗഡഡാണ്, ക്രൈം വളരെ കൂടും. അപ്പോൾ അതുകൊണ്ട് ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെ ഇതുപോലുള്ള സംഭവങ്ങൾ ധാരാളം അവിടെ റിപ്പോർട്ട് ചെയ്യും. അതോടൊപ്പം തന്നെ ആ കേസുകൾ പലതും ഇങ്ങനെ തെളിയിക്കാൻ വേണ്ടിയുള്ള ശ്രമഫലമായി ഇതുപോലെയുള്ള അബദ്ധങ്ങൾ പറ്റും. അങ്ങനെ 2-4 കസ്റ്റഡിയിലെടുത്ത് ഫോർട്ട് പോലീസ് സ്റ്റേഷനിലുണ്ടായിട്ടുണ്ട്. അത് അവർ ഒരാളെ സുപ്രീം കോടതി വരെ പോയി അയാളെ ശിക്ഷിച്ചിട്ടുണ്ട്. പിന്നീട് ഇപ്പം അവരെ ശിക്ഷിച്ചവരെയും 2 പേരെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റും പിന്നീടൊരു കേസിന് വന്നു. ഹൈക്കോടതി അവരെ വെറുതെ വിട്ടിട്ടുണ്ട്. അങ്ങനെ ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി ഡെത്തുകൾ അങ്ങനെ ഇരിക്കുമ്പം കേരളത്തിൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഫോർട്ട് പോലീസ് സ്റ്റേഷൻ തന്നെ ആയിരിക്കണം എന്നെനിക്ക് ഞാൻ തോന്നുന്നു. എന്തായാലും ഇപ്പോഴത്തെ 2 പേരെ, ഉണ്ണിയെയും ജിബിനെയും, ആ മോഷണ കേസുമായിട്ട് ബന്ധപ്പെട്ട് ബാറിൽ നിന്ന് 2 ബൈക്കുകൾ മോഷ്ടിച്ചതിന് അറസ്റ്റ് ചെയ്തു. അത് റിക്കവർ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അവരെ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് അവർ പറയുന്നത്. അവരെ കോടതിയിൽ ഹാജരാക്കി, റിമാൻഡ് സഹിതം ഹാജരാക്കി, തൊണ്ടി മുതലൊക്കെ റിക്കവർ ചെയ്ത് അതിനുശേഷം അവരെ സബ് ജയിലിൽ കൊണ്ടുപോയി. സബ് ജയിലിൽ വെച്ച് ഇവർക്ക് അസ്വസ്ഥത ഉണ്ടായി. അങ്ങനെയാണ് അവർ ഇപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റായിരിക്കുന്നു. ഒരാളുടെ നില അല്പം ഗുരുതരമാണ് എന്നും പറയുന്നുണ്ട്. അത് ജിമ്മിൻ്റെ നിലയാണ് ഗുരുതരമായിരിക്കുന്നതെന്ന് പറയുന്നു. എന്തായാലും അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഡിപ്പാർട്ട്മെൻറ്റിന് വലിയ ക്ഷീണം ചെയ്യും, പോലീസിന് ക്ഷീണം ചെയ്യും. അതോടൊപ്പം ആ വ്യക്തികൾക്ക് ഏതായാലും സർവീസിൽ തുടരാനും പിന്നീട് കഴിയില്ല. കേസും ആയിട്ട് അവർ മുന്നോട്ട് പോകേണ്ടി വരും. പലർക്കും അവരെ ഒഫീഷ്യൽ കപ്പാസിറ്റി വേറെ കൊല്ലണമെന്നോ അടിക്കണമെന്നോ പിടിക്കണമെന്നോ ചവിട്ടണമെന്നൊന്നും മോഹമില്ലെങ്കിലും കേസ് തെളിയാനുള്ള കൂടുതൽ കേസുകൾ, മോഷണങ്ങൾ തെളിയാനുള്ള ത്വര കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതാണ്. അങ്ങനെ പറ്റിപ്പോവും. അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കണം. അത് കാരണം മനുഷ്യജീവനുമായിട്ട് പന്താടുന്ന കാര്യങ്ങളാണ്. അവർക്കെന്തെങ്കിലും ഡെത്ത് ഉണ്ടായാൽ, മരണം ഉണ്ടായാൽ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് വരെ നിങ്ങൾക്ക് ലഭിക്കാം. കാരണം നിയമപരമായിട്ട് നമ്മളവരെ ചോദ്യം ചെയ്യാനും കസ്റ്റഡി എടുക്കാനും ചോദ്യം ചെയ്യാനൊക്കെ അധികാരമുണ്ടെങ്കിലും അവരുടെ ദേഹത്ത് കൈവെക്കാൻ നമുക്ക് അധികാരമില്ല. അത് മർദ്ദനമായിട്ട് തന്നെ കണക്കാക്കേണ്ടി വരും. അങ്ങനെ ഡെത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മർഡറായിട്ട് തന്നെയും കണക്കാക്കേണ്ടി വരും. അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ കേസ് തെളിയിക്കാനൊക്കെ മിടുക്കന്മാരാണ് കേരള പോലീസിലെങ്കിലും ഇതുപോലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അവരുടെ ഭാവിയെ ബാധിക്കും, അവരുടെ കുടുംബത്തിനെ ബാധിക്കും, അവർ ജയിലറകളിലേക്ക് പോകേണ്ടി വരും. അതുകൊണ്ട്
ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കേസുകൾ എടുത്തുചാടി ക്രൂരമായി ഇവരെ ഒന്നും മർദ്ദിക്കാൻ പോകരുത്. ശാസ്ത്രീയമായി ചോദ്യം ചെയ്ത് അവരെ കുറ്റം തെളിയിക്കാൻ ശ്രമിക്കുക. അതിന് ക്ഷമ വേണം. അങ്ങനെയുള്ള സംഭവങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കേസ് തെളിയിക്കാനുള്ള അതിമോഹവും കാരണം അവരെ മർദ്ദിക്കുന്ന സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലും പരിക്ക് പറ്റുകയോ അവർക്ക് ഗുരുതരമായ ഏതെങ്കിലും രോഗം ഉണ്ടാവുകയോ അല്ലെങ്കിൽ അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുകയോ ചെയ്താൽ ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കൊലക്കേസിന് സമാധാനം പറയേണ്ടി വരും.